പൊന്നാര മക്കളെ, തലശ്ശേരി ബിരിയാണി തിന്നാൻ വല്ലാത്തൊരു പൂതി. അപ്പോൾ ഇപ്പം പറഞ്ഞു നമ്മളോട് വേങ്ങര ഒരു കട ഉണ്ട്, നമുക്ക് അവിടേക്ക് പോയി നോക്കുക. ക്യാമറ വെക്കണ സ്റ്റാൻഡൊക്കെ ഇവിടെ ചെരിഞ്ഞ് നിൽക്കണം, ഒന്ന് ശരിയാക്കി വെക്കട്ടെട്ടാ. അപ്പോൾ ഇപ്പം നമ്മളോട് രാവിലെ പറഞ്ഞു ഇന്ന് ചോറ് ഉണ്ടാക്കേണ്ടത് നമുക്കൊരു സ്പെഷ്യൽ ബിരിയാണി തിന്നാൻ പോവാം, തലശ്ശേരി ബിരിയാണി എന്നൊക്കെ പറഞ്ഞിനും. 1-1.5 തുടങ്ങിയിരിക്കണം ഞങ്ങൾ. അപ്പോൾ മക്കളെ, നമ്മളെ എന്നും തിരുണ ജംഗ്ഷനിൽ ഇവിടെ എത്തിക്കണം കേട്ടോ. നിങ്ങൾക്ക് അറിയില്ല ഈ സ്ഥലമൊക്കെ റൈഫ. അപ്പോൾ നമ്മൾ നേരെ അങ്ങാടിക്കാണ് പോകുന്നത്, പുതുപ്പറമ്പ് അങ്ങാടിക്ക്. നമ്മളെ പള്ളി കണ്ടില്ല നിങ്ങൾ, എന്തോ ഒരു രസം അതിങ്ങനെ കാണാനെന്നോ. പുതുപ്പറമ്പ് അങ്ങാടി കണ്ട് ചെല്ലുമ്പോൾ നമ്മളെപ്പാൻ്റെ ഇലക്ട്രിക്കൽ കട, അതേപോലെ നമ്മളെ മൂത്താപ്പാരെ മക്കളെ കടകൾ, ഹോട്ടൽ, ബേക്കറി ഒക്കെ അങ്ങ് കാണട്ടോ. പക്ഷേ നമ്മളിപ്പാൻ്റെ കടൻ്റെ അവിടെ നിർത്തുന്നൊന്നുമില്ല. ഇതാണ് നമ്മളെപ്പാൻ്റെ കട, പൂട്ടിയിട്ടിരിക്കണം. ഇൻഷാ അല്ലാഹ് ഒരു ദിവസം ഞങ്ങൾ കാട്ടി തന്നിട്ടാ. നമ്മൾ പഠിച്ച സമസ്തയുടെ 1-ാം നമ്പർ മദ്രസ ബയാനുൽ ഇസ്ലാം പുതുപ്പറമ്പ് ഇവിടെ ഉണ്ടതുള്ളത് അങ്ങാടി തന്നെയാണ്. ഒരുവിധം മദ്രസാ പുസ്തകങ്ങളിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ബയാനുൽ ഇസ്ലാം പുതുപ്പറമ്പ, CH ഹൈദ്രോസ് മുസ്ലിയാർ, അബ്ദുൽ ബാരി മുസ്ലിയാർ എന്നൊക്കെ. അതൊക്കെ നമ്മളെ നാട്ടുകാരുണ്ടാവും. അപ്പം നമ്മൾ വേങ്ങരയിലെ തലശ്ശേരി ബിരിയാണി ലക്ഷ്യമാക്കിക്കൊണ്ട് നീങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. എന്തായിക്കണാവും, ചോറുണ്ടോ ഇല്ലേ, കഴിഞ്ഞേക്കണോ ഒരു പിടുത്തമില്ല. ഞമ്മക്ക് എപ്പോഴും കമൻറ്റ് തരുന്നൊരു അന്ന ഷൗക്ക് എന്ന് പേരുള്ളൊരു സബ്സ്ക്രൈബർ ഇവിടെ എവിടെയോ ഉണ്ട്. പുത്തനങ്ങാടിയാണ് ഇവിടെ, മഞ്ഞാമാട് പാലം കഴിഞ്ഞ ഉടനെ. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ നമ്മൾ ഇതിലെങ്ങനെ പോയപ്പോൾ ഓലൊന്ന് ഓർത്തുട്ടാ, എവിടേക്കാരം വീട് ഓല് ഒമാനിലാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വന്നിക്കണ 15 ദിവസമായി വന്നിട്ട് എന്നൊക്കെ എനിക്ക് കമൻറ്റിൽ കൂടെ വന്നിരുന്നു. അപ്പോൾ ഇതാണ് മക്കളെ മഞ്ഞാമാട് പാലം. ആദ്യം ഇവിടെ പാലൊന്നും ഇല്ല കേട്ടോ. ഇതിങ്ങനെ ഒരു പാലം വന്നുകൊണ്ട് നല്ല സുഖമാണ് മൂത്താപ്പാനടുക്ക് പോനെ. അക്കരത്തെ മൂത്താപ്പ ഉണ്ടല്ലോ നമുക്ക്, ഞങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരിക്കണോ അറിയില്ല. അപ്പോൾ അക്കരത്തെ മൂത്താപ്പാൻ്റെ അടുക്ക് ആദ്യമൊക്കെ തോണി തുഴഞ്ഞ് അങ്ങനെ പോകേണ്ടിയിരുന്നു വെള്ളത്തിൽ കൂടി. ഇപ്പോൾ പിന്നെ റോഡായതുകൊണ്ട് ഭയങ്കര സുഖമാണ്. എത്ര എളുപ്പം പോവാന്നോ. വലിയ മൂത്താപ്പാണ് എൻ്റെ അപ്പാൻ്റെ ഫസ്റ്റത്തെ ഏട്ടൻ. 10 മക്കളിൽ ഏറ്റവും മൂത്താപ്പാൻ്റെ വീടാണ് കേട്ടോ ഇവിടെ. അപ്പോൾ നമ്മൾ അന്ന ഷൗക്കിൻ്റെ വീട് ഇവിടെ എവിടെയെങ്കിലും വയ്ക്കാറെന്ന് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടവരോട്. കാരണം പുത്തനങ്ങാടി എന്നൊക്കെ പറഞ്ഞാൽ മഞ്ഞാമാട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവിടെയാണ് ഈ സ്ഥലം. അപ്പോൾ നമ്മളൊരു സന്തോഷം എന്താണെന്നോ, ഈ യൂട്യൂബൊക്കെ ഇങ്ങനെ ഉണ്ടായതുകൊണ്ട് നമുക്ക് കുറേ അതിന് വരുമാനം ഇത് പ്രതീക്ഷിച്ചിട്ടല്ല. എന്നാലും നമ്മളെ കുറേ ഫ്രണ്ട്സുകൾ നമുക്ക് കിട്ടും, പല നാട്ടിൽ നിന്നുള്ള കുറേ ചങ്ങാഴ്ചകളെ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ കമൻറ്റ് ഇടലുണ്ട്. അതിന് ഞാൻ പറ്റുന്നിടത്തോളം റീപ്ലൈ കൊടുക്കലും ഉണ്ട് കേട്ടോ. ഷൊർണൂർ, കൊല്ലം, അതേപോലെ കണ്ണൂർ, കോഴിക്കോട് ആ ഭാഗത്തു നിന്നൊക്കെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ നമുക്ക് ഫ്രണ്ട്സായിട്ട്. പിന്നെ പോരാത്തതിന് മലപ്പുറം പിന്നെ നമ്മളെ നാടനല്ലേ, നമ്മളെ നാട്ടിലത്തെ ഞാൻ പറഞ്ഞില്ലേ നമ്മളെ നുസിൻ്റെ അമ്മയൊക്കെ നമ്മളെ കാണാൻ വന്നു. സംഭവം ഓളെ ഫ്രണ്ടാണ് ഞാനെന്നുള്ള കാര്യം ഓളെ അമ്മക്ക് അറിയില്ലേനു. പക്ഷേ ഇങ്ങനെ ഒരു ദിവസം അതിങ്ങനെ വീഡിയോ കണ്ടല്ലോ. അപ്പോൾ നുസി ചോദിച്ചാൽ ഇതിൻ്റെ ഫ്രണ്ടിൻ്റെ വീഡിയോ ആണല്ലോ, അപ്പോഴാണ് മനസ്സിലായതെന്ന് പറഞ്ഞു. പിന്നെ ലീന ഹരിദാസ് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ട് നമുക്ക് കേട്ടോ. എന്നും എൻ്റെ വീഡിയോ കാണുകയും ചെയ്യും, അതിന് നല്ലൊരു കമൻറ്റ്. അത് കാണുമ്പോൾ എന്തൊരു സന്തോഷം നമുക്കെന്നോ. പിന്നെ ചിലവർ ചോദിച്ചു ഇൻസ്റ്റാഗ്രാമിലുണ്ടോ അങ്ങനെ എങ്ങനെയൊക്കെ ചോദിക്കൂട്ടോ. അപ്പോൾ പിന്നെ ഇത് എന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ ഇടും, അതിനനുസരിച്ചുള്ള കമൻറ്റ്, അതിനനുസരിച്ച് റീപ്ലൈ നമ്മൾ കൊടുക്കും. അങ്ങനെ ഇൻസ്റ്റാഗ്രാമിലാകുമ്പോൾ അതിനായിട്ട് പിന്നെ വേറെ ഒഴിഞ്ഞ് പോകണം. അപ്പോൾ പിന്നെ യൂട്യൂബിൽ നിന്നൊക്കെ തെറ്റും. അത് വിചാരിച്ചിട്ട് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്, പക്ഷേ അതിൽ വല്ലാതെ ആക്റ്റീവ് ആയില്ല കേട്ടോ. ഞാൻ അതിനകത്തൊന്നും പോകാനില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വേങ്ങര എത്തി തുടങ്ങിയിരിക്കണം കേട്ടോ. വേങ്ങര എത്തിയിട്ടില്ല, കുറ്റാളൂർ എത്തിക്കണേ. അപ്പോൾ നമ്മളെ കുറേ കുടുംബക്കാർ വേങ്ങര ഉണ്ട്. പിന്നെ ഞങ്ങളൊരു മൂത്തമ്മ ഉണ്ട്. മൂത്തമ്മ പറഞ്ഞാൽ എൻ്റെ ഉപ്പാൻ്റെ ഒക്കെ ഒരു മൂത്തച്ഛയായിട്ട് വരും. അപ്പോൾ വല്യപ്പാൻ്റെ ജ്യേഷ്ഠൻ്റെ മരുവോൾ അങ്ങനെ. ആ മൂത്തമ്മ ഇപ്പോൾ കുറച്ച് ദിവസമായി നമ്മളെ അടുത്തുനിന്ന് ഇവിടെ പറഞ്ഞ് പഠിച്ചവൻ്റെ അടുത്തൊക്കെ പോയിക്കണം കേട്ടോ. ഭയങ്കര എന്താ പറയുക, ഒരാൾ ഒരു വിഷമിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ആ ഒരു മൂത്തമ്മാൻ്റെ ഒരു തലോടിനും ആ ഒരു സാന്ത്വന വാക്കും കേൾക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് മനസ്സിൽ കിട്ടുക. നമുക്ക് ഇങ്ങോട്ട് അസുഖമൊക്കെ മാറും. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ആർക്കെങ്കിലും അസുഖമായാലൊക്കെ വന്ന് ഇങ്ങനെ നല്ല ഹെൽപ്പ് ചെയ്യുകയും നല്ല അങ്ങോട്ട് തലോടി ഇങ്ങനെ നല്ല, ഇനിയിപ്പോൾ ഭക്ഷണ സാധനങ്ങളും കഞ്ഞി എന്തൊക്കെ ആണെങ്കിലും അതൊക്കെ കോരിത്തരും. അങ്ങനെ ഒരു ഭയങ്കര ഒരു നോട്ടായിരുന്നു. എന്താ അറിയില്ല, ഭയങ്കര ആ മൂത്തമ്മ പോയപ്പോൾ ഒരുപാട് അങ്ങോട്ട് തണൽമരങ്ങൾ നഷ്ടപ്പെട്ടേ പോരട്ടെ നമുക്ക് തോന്നുന്നത്. ആർക്ക് വയ്യെങ്കിലും അത് ഓടിയെത്തും. ഇതാണ് വേങ്ങരത്തെ GLP സ്കൂൾ കേട്ടോ.
മൂത്തമ്മാൻ്റെ ഖബറുടെ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ, ആമീൻ. അപ്പോൾ ആ മൂത്തമ്മാൻ ഇങ്ങനെ ഓർമ്മ വന്ന് ഞാൻ കുറ്റാളൂർക്ക് പോവുകയാണ്, അങ്ങനത്തെ ഓരോ കഥകളൊക്കെ ഇങ്ങനെ പറയുമ്പോഴേ ആ സ്ഥലം കണ്ടപ്പോഴേ അതിനെങ്ങനെ ഓർമ്മ വന്നു കേട്ടോ. കൊയഞ്ഞോടത്ത് സഹായിക്കാൻ അത് എത്തുവിനോ, അത്രക്കും ഒരു എന്താ പറയുക, അത് പോയപ്പോൾ ഭയങ്കര ഒരു സങ്കടം, നമ്മളെ സ്വന്തം അമ്മമാരൊക്കെ പോണ പോലെ തോന്നിയത്. നേരെ 2 മണിയെ തുടങ്ങിയിട്ടോ. ഇനിയിപ്പോൾ ബിരിയാണി ഉണ്ടോ കഴിഞ്ഞേക്കണോ ഒന്നും അറിയില്ല നമുക്ക്, കാരണം ഒരു ടൈം ഉണ്ടല്ലോ അതിനൊക്കെ. ഒരു 12 മണിയാകുമ്പോൾ തന്നെ ഹോട്ടലിലൊക്കെ ബിരിയാണി ആയാലും ചോറായാലൊക്കെ കൊടുക്കുമല്ലോ. അപ്പം ഇനിയിപ്പോൾ എന്താ നാവോ. അപ്പോൾ നമ്മളെ തലശ്ശേരി ബിരിയാണിൻ്റെ കടയും തിരഞ്ഞുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അതിൻ്റെ മുമ്പിലൊക്കെ ഓരോ കുഴിമന്തി അങ്ങനെ ഇതൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. ഏതായാലും നമുക്ക് പറ്റിയൊരു കടയിൽ തിന്നു. തലശ്ശേരി ബിരിയാണി തിരഞ്ഞ് പോകുമ്പോഴത്തിന് മിക്കവാറും ചോറൊക്കെ കഴിയാൻ ചാൻസ് ഉണ്ട്. ഏതായാലും ഇവിടെ ഇനി വേറൊരു കട ഉണ്ട്, അവിടെ നിന്ന് പോയി വെക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ ഒലാല എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, അതിൻ്റെ മുമ്പിലാണ് നിർത്തിയേക്കുന്നത് കേട്ടോ. അവിടെ എഴുതി വെച്ചിരിക്കുന്ന പീച്ചാക്കാൻ്റെ ബിരിയാണി കണ്ടോ. നമ്മൾ പീച്ചാക്കാൻ്റെ ബിരിയാണി തിന്നാൻ മണ്ടികാണ്ട് ഹോട്ടലിൻ്റെ ഉള്ളിൽ കണ്ടിരിക്കണം. പോണ വഴിക്ക് തന്നെ നല്ല അഗ്ലോണിമെൻ്റ് പല പ്ലാന്റുകളും ഇവിടെ നല്ല മട്ടത്തിൽ സെറ്റാക്കി വെച്ചേക്കണം കേട്ടോ. ഇനി നമുക്ക് തന്നെ ഉള്ളിലേക്ക് പോയി നോക്കാം. കയറി വരുന്നിടത്ത് തന്നെ വലിയൊരു ഐസ്ക്രീം പെട്ടി ഉണ്ട്. പിന്നെ നല്ല മുളകൊണ്ട് ഡിസൈൻ ചെയ്ത കുറേ കസാരല്ലട്ടോ, ഒരു സോഫൻ്റെ പോലെ ഒരു ചെയറും അതേപോലെ തന്നെ ഒരു ടീപ്പോയൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് വേണ്ടിയത് എന്നുകാണ്ട് അവിടുത്തെ ആൾ വരുന്നുണ്ട്. ഏതായാലും നമ്മൾ പീച്ചാക്കാൻ്റെ ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്ത് ഇവിടെ ഇരിക്കണം കേട്ടോ. കുറച്ച് നേരം വൈകിയതുകൊണ്ട് തന്നെ ഇവിടെ ആരും ഇല്ല, കാരണം ചോറ് ഇന്നലെ ടൈമൊക്കെ കഴിഞ്ഞിക്കണേ. അപ്പോൾ ഇവിടുത്തെ കുറച്ച് ഡെക്കറേഷനൊക്കെ ഒന്ന് കാണാൻ പോകട്ടെ നമുക്ക്. ഇവിടെയൊക്കെ ഓരോ ഐറ്റംസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മളെ പണ്ടത്തെ പാല് കൊണ്ടുപോകണ സൈക്കിൾമേലൊക്കെ ഇങ്ങനെ വെച്ചുകൊണ്ട് മുന്നിൽ കുറച്ച് പത്രം അങ്ങനെയൊക്കെ ഇവിടെ ഇങ്ങനെ ഒരു ഉറപ്പിച്ച് വെച്ചിരിക്കണം. രസം ഇട്ടത് കാണാൻ, ഒരു പണ്ടത്തെ പഴയകാല ഓർമ്മകളാണ് ഇതൊക്കെ. സഫമോള് പിന്നെ ഉച്ചയായതുകൊണ്ട് തന്നെ പുതുപ്പറമ്പിൽ നിന്ന് വേഗം എത്തിയപ്പോൾ തന്നെ ഉറങ്ങിയിട്ടാ. അപ്പോൾ അവൾ ഉണർത്തിക്കാണ്ട് അവിടെ കൊടുന്നിരുത്തിക്കുക. ഏതായാലും നമ്മൾ കയ്യൊക്കെ ഒന്ന് കഴുകി വന്നിരിക്കുക. പാത്രമൊക്കെ നല്ല കഴുകി കൊടുന്ന് വെച്ചേക്കണ്. അതിൽ തന്നെ ഓരോ ടിഷ്യൂ പേപ്പറും വെച്ചേക്കണം കേട്ടോ. ആ പാത്രം തോത്താളിലേക്കാണ്, കാരണം അതിൽ നല്ല വെള്ളമുണ്ട്. അപ്പോൾ ഈ ഒരു പേപ്പർ പ്ലേറ്റ് തുടക്കാൻ നിന്നത് കേട്ടോ. ഞാൻ വിചാരിച്ച ആദ്യം തന്നെ കൈ തോത്താൾ ഇപ്പം തന്നെ കൊടുന്ന് വെച്ചോ. ചില ഹോട്ടലിലൊക്കെ നല്ല തിളച്ച വെള്ളത്തിലിട്ട് മുക്കിയെടുത്ത പാത്രമാണുള്ളത്, നല്ല ചൂട് വെക്കാൻ കേട്ടോ പാത്രം. അപ്പോൾ നമ്മൾ പീച്ചാക്കാൻ്റെ ബിരിയാണി 3 ഓർഡർ ചെയ്തേക്കണ്. ഒരു വെറുംചോറ് കേട്ടോ. ഈ ബിരിയാണിൻ്റെ മേലെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഉള്ളി അതേപോലെ തന്നെ ക്യാരറ്റ് ഒക്കെ വറുത്ത് കോരിയിട്ടൊക്കെയാണ്. ഇവർ പിന്നെ ഹോട്ടലിലൊക്കെ ഇങ്ങനെ ഈ റൈസൊക്കെ ഒരുമിച്ച് വെച്ചുകൊണ്ട് പീസ് വേറെ, ബീഫ് അതേപോലെ ചിക്കൻ അതൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ഇട്ട് തരലാണ് തോന്നുന്നുണ്ട് കേട്ടോ. റൈസൊക്കെ എല്ലാം ഒന്നെന്നേക്കാരം. അപ്പോൾ നമ്മൾ ചിക്കൻ അതിന് ഓർഡർ ചെയ്തിൻ്റെത്. അപ്പോൾ ഇതിലിതാ അത്യാവശ്യം വലിപ്പമുള്ള നല്ലൊരു പീസ് ഉണ്ട് കേട്ടോ, കണ്ടില്ലേ. ഇത് നമ്മൾ വയനാട്ടിൽ പോയപ്പോൾ ഒരു ദിവസം ഇങ്ങനെ അങ്ങനത്തെ ബിരിയാണി നിൽക്കണം. ഇങ്ങനെ ഈ പൊരിച്ച പീസ് തന്നെ ഉണ്ടെങ്കിലും കുറച്ച് മസാലയൊക്കെ ആക്കിയിട്ട് റൈസ് വേറെ ഒക്കെ ഇങ്ങനെ നിൽക്കണേ ഒരു വയനാട് സ്പെഷ്യൽ ബിരിയാണിൻ്റെ ഒരു ലുക്ക് തോന്നി ഇത് കണ്ടപ്പോൾ. ഉപ്പാക്ക് വെറുംചോറുണ്ട്. വെറുംചോർക്കുള്ള കൂട്ടാനത് അതൊക്കെയാണ്. വെറുംചോർക്ക് പിന്നെ കുറേ കൂട്ടാനുണ്ടാവുമല്ലോ. പിന്നെ ബിരിയാണിക്ക് ഇങ്ങനെ ഉള്ളി സുർക്ക ആയിട്ടുള്ളത്, ഉള്ളി നല്ല ചെറുതാക്കി അരിഞ്ഞ സുർക്ക, അതേപോലെ തന്നെ നാരങ്ങച്ചാറ്. പിന്നെ ഒരു ചില്ലി ചിക്കനും പറഞ്ഞിരിക്കണം, അത് എത്തിയിട്ടില്ല കേട്ടോ. അത് പിന്നെ അപ്പക്കപ്പം ഇങ്ങനെ പൊരിച്ചിങ്ങനെ ചൂട് കൊടുക്കാനെ കൊടുന്ന് തരികയാണല്ലോ. നല്ല പൈച്ചിണ നേരമായതുകൊണ്ട് തന്നെ നല്ലൊരു സ്മെല്ല് ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. ഏതായാലും മക്കളെ നമ്മളൊന്ന് തിന്നട്ടെ. അതിൻ്റെ മുമ്പായിട്ടേ നമുക്ക് സ്പെഷ്യലായിട്ട് കിട്ടുന്ന നാരങ്ങച്ചാറ് ഇതിക്കൊണ്ട് ഒഴിച്ചേക്കണം കേട്ടോ. അല്ലെങ്കിലും തൈരും അച്ചാറും ഉള്ളിയൊന്നും ഇല്ലാതെ നമുക്ക് തിന്നാൻ തോന്നൂലല്ലോ. ഏതായാലും മക്കളെ നമ്മൾ തിന്നൽ തുടങ്ങിയിരിക്കണ്.
അപ്പോൾ ബിരിയാണി എന്ന് പറഞ്ഞാൽ അടിപൊളി കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് വിശപ്പിൻ്റെ ഉക്കൊണ്ട് തോന്നുകയാണോ എന്താ നമുക്കറിയില്ല. പിന്നെ ഇത് ചിക്കൻ കണ്ടില്ലേ, അത്യാവശ്യം നല്ലൊരു സോഫ്റ്റ് ഉണ്ട്, ഉള്ളിൽ പുറത്തിങ്ങനെ ക്രഞ്ചായി നിൽക്കുന്നുണ്ട്. എന്നാലും നല്ല അടിപൊളി രസമുള്ള ബിരിയാണി കേട്ടോ. പിന്നെ റൈസിലും തന്നെ അത്യാവശ്യം മസാല കുറച്ച് കുറവായതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ നല്ലോണം വാരി തിന്നാം, എരിവൊന്നുമില്ല. അപ്പോൾ സഫമോൾക്ക് മസാല ഒന്നും അധികം ഇല്ലാതെ റൈസ് മാത്രം കുറച്ച് ഇട്ട് കൊടുത്തിക്കണം. ഇത്ര തിന്നൊന്നുമില്ല, എന്നാലും തിന്നോട്ടെ വിചാരിച്ച് കണ്ടേ. ഏതായാലും മക്കളെ ചോറ് തിന്ന് പൗതിയായപ്പോഴാണ് നമ്മളെ ചില്ലി ചിക്കൻ ഇവിടെ എത്തിയിട്ടാ. അടുപ്പത്തുനിന്ന് ഇങ്ങോട്ട് കോരി കൊണ്ടുവരണം. അത്യാവശ്യം വലിയൊരു പീസ് നമ്മളെ ബിരിയാണി തന്നെ ഉണ്ട്, എന്നാലും ഇതും കൂടി ഒന്ന് കൂട്ടി തിന്നു. നല്ല ചൂടുണ്ട് കേട്ടോ. എന്നാലും ഇതൊക്കെ നല്ല അത്യാവശ്യം ചൂട് കൊടുക്കാൻ തിന്നും വേണം, എന്നാലുള്ള എൻ്റെ രസം. തണുത്താ പിന്നെ എൻ്റെ രസമുണ്ട് പോയി. ഭയങ്കര ചൂടുണ്ടാ, കൈ കൊള്ളണ്ട. ഞമ്മക്ക് മക്കളെ പിച്ചീറ്റ് കിട്ടണില്ല ചൂടുകൊണ്ട്. ഏതായാലും നമ്മളെ ചോറുന്നലൊക്കെ കഴിഞ്ഞ് നമ്മളിതാ വണ്ടിക്ക് കയറുകയാണ്. അപ്പോൾ ഇനി എവിടേക്കാണ് പ്ലാനിങ് എന്ന് ഇപ്പാക്ക് തന്നെ അറിയുള്ളൂ കേട്ടോ. മറ്റോല് വയനാട്ടിലേക്ക് പോയിക്കണ്. അപ്പോൾ പിന്നെ ഫോണിൽ പോവുകയൊക്കെ ചെയ്യുക, പക്ഷേ കോഴിക്കളൊന്നും പിടിച്ചിട്ടിട്ടില്ല, അതുകൊണ്ട് പോകാൻ പറ്റൂല കേട്ടോ. പിന്നെ ആരോടെന്ന് അതായിട്ട് പറഞ്ഞതുമില്ല. പീച്ചാക്കാൻ്റെ ബിരിയാണിയും ചില്ലി ചിക്കനൊക്കെ നല്ല പള്ളർച്ച് തിന്നുകാണ്ട് നമ്മളേതായാലും വണ്ടി കയറിക്കാണ്ട് പോകാനൊരുങ്ങുക. ബിരിയാണി, അൽഫാം, തന്തൂരി, ബർഗർ, ജ്യൂസ്, അങ്ങനെ പല ഐറ്റംസും ഉണ്ട് കേട്ടോ ഇവിടെ. ഇനി കുറച്ച് കഴിഞ്ഞാലാണ് കച്ചവടം തുടങ്ങൽ തോന്നുന്നുണ്ട്. ഒക്കെ പുറത്ത് അതിനായിട്ടൊരു ഷെഡ് ഇങ്ങനെ പുറത്തേക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഇപ്പം പറഞ്ഞു നമ്മളൊക്കെ ഇപ്പോൾ ചോറ് തിന്നല്ലോ, നമ്മളെ പള്ളൊക്കെ നിറഞ്ഞു, ഇനി നമുക്ക് വണ്ടിക്ക് കുറച്ചുകൊണ്ട് തിന്നാൻ കുടിച്ചാൻ കൊടുക്കാറുണ്ട്. ഏതായാലും ഞങ്ങൾ അങ്ങോട്ട് പമ്പക്ക് കയറാം. വെൽക്കം. ഇപ്പോൾ വണ്ടിൻ്റെ പള്ളി നിറഞ്ഞിരിക്കുന്നു കേട്ടോ. ഇനി നമുക്കൊന്നാണ്ട് തിരിച്ചു പോകാം. ഇനിയിപ്പോൾ എവിടേക്കാണ് പോകാനുള്ള പ്ലാനിങ് എന്ന് എനിക്കും അറിയില്ല, അമ്മക്കും അറിയില്ല, ഉപ്പാക്കന്നെ അറിയുള്ളൂ കേട്ടോ. ഇപ്പോൾ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല, എവിടേക്കാണ് എന്താ ഒന്നും അറിയില്ല. ഏതായാലും ഞങ്ങൾ ഉപ്പാൻ്റെ ഇപ്പോൾ വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കും. ഉപ്പാൻ്റെ ഇഷ്ടത്തിനാണ് ഇപ്പോൾ ഞങ്ങളെ കൊണ്ടുപോകല്. ഞങ്ങളങ്ങനെ ഉപ്പാനോടൊന്നും പറയില്ല, അല്ലെങ്കിൽ ഇപ്പം ഞങ്ങളെ കൊണ്ടുപോകും. അപ്പോൾ ഇപ്പം പറഞ്ഞു നമുക്ക് ആദ്യം ഒന്ന് മമ്പുറത്തേക്ക് പോയി വെക്കുക പറഞ്ഞു. മമ്പുറത്തേക്ക് ഞാനും പോയിട്ട് കുറേ അയക്കണം കേട്ടോ. അപ്പോൾ മറ്റൊരു ഇന്നാളും അനിയത്തിയും കുട്ടികളും ഓരെല്ലാവരും കൂടി ഇന്നിപ്പോൾ 2 ആഴ്ച മുമ്പ് വന്ന് പോയി. അപ്പോൾ ഏതായാലും നമ്മുടെ അടുത്ത് തന്നെ അല്ലേ, അപ്പോൾ അവിടേക്കൊന്ന് പോകാമെന്ന് വിചാരിച്ചു. അത് ഉപ്പ പറഞ്ഞ കേട്ടോ. എന്നാൽ ശരി മക്കളെ, നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരട്ടെ ഇൻഷാ അല്ലാഹ്. മമ്പുറത്ത് പോയ വീഡിയോ ഒക്കെ ആയിട്ട് വരാം. അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്താളി, പിന്നെ ഒന്നും ഷെയറും ചെയ്താളി, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തപോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നാണ് ചെയ്താൽ കേട്ടോ. പിന്നെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ നമ്മളെ കമൻറ്റിലൂടെ നിങ്ങൾ അറിയിക്കുക. നമ്മളതിൻ്റെ എന്തായാലും റീപ്ലൈ ഒക്കെ തരും കേട്ടോ. ആരെന്ത് പറഞ്ഞാലും നമ്മളൊക്കെ റീപ്ലൈ തരും. ഇനി ഇവിടെയൊക്കെ റോഡൊക്കെ പൊളിച്ചുകാണ്ട് 6 വരിപ്പാതൊക്കെ ആക്കുകയാണല്ലോ, അപ്പോൾ കുറേ വീടും ഇതൊക്കെ പോകും കേട്ടോ. അപ്പോൾ തന്നെ നമ്മളെ എന്താ പറയുക, റോഡൊക്കെ മാറും, നല്ല ഫുള്ള് സെറ്റപ്പ് ഇക്കാരം. ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിലൊക്കെ ഇനി എന്നാ ആവട്ടെ ആകുകയെന്ന് അറിയില്ല. എന്നാലും കുറേ ബിൽഡിങ് പൊളിച്ചലും മരം മുറിച്ചലും ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പിന്നെ ശരി മക്കളെ, അസ്സലാമു അലൈക്കും.